വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങളിലൂടെ നമ്മൾ ഓരോ ദിവസവും കടന്നുപോവുകയാണ്. വിശുദ്ധ അന്തോണീസ് വചനപ്രഘോഷണത്തിനായിട്ട് പ്രത്യേകം സഭ ഒരുക്കുകയും അതിനുവേണ്ടി ഏറെ തയ്യാറെടുപ്പുകൾ നടത്തുകയും അങ്ങനെ ഏറെ പേരുടെ പ്രീതിക്ക് പാത്രമായ പ്രശസ്തനായ ഒരു വാഗ്മിയും വചനപ്രഘോഷകനുമൊക്കെയായി അദ്ദേഹം പോകുന്ന കാലത്ത് നടന്നൊരു സംഭവമാണ്. റമിനി എന്ന് പറയുന്ന പാശ്ചാത്യ നാട്ടിലെ ഒരു വലിയ പട്ടണം. ആ പട്ടണത്തിൽ വിശ്വാസമില്ലാത്ത മനുഷ്യർ, മതത്തിന് എതിരായി ജീവിച്ചിരുന്നവരൊക്കെ ഏറെ കൂടുതൽ ഉണ്ടായിരുന്ന കാലഘട്ടവും സ്ഥലവുമാണ്. ആ പശ്ചാത്തലത്തിൽ അവിടെയുള്ള അച്ഛന്മാരും മെത്രാനുമൊക്കെ ഒട്ടേറെ അധ്വാനിച്ചു, പലരെയും പല വിധത്തിലും ഒക്കെ ഇടപെടുത്തിച്ചു നോക്കി. അവിടെ അവിശ്വാസികളും മതവിദ്വേഷികളുടെയും എണ്ണവും അവരുടെ ശക്തിയുമൊക്കെ കൂടി വന്നതല്ലാതെ കുറഞ്ഞില്ല. ആ പശ്ചാത്തലത്തിലാണ് പ്രസിദ്ധനായി തീർന്ന വചനപ്രഘോഷകൻ വിശുദ്ധ അന്തോണീസിനെ വിളിച്ചു വരുത്തി ആ ടൗണിൽ ഒരു, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കൺവെൻഷൻ വയ്ക്കാം എന്ന് അവർ തീരുമാനിച്ചു. അന്നത്തെ ഈ കൺവെൻഷൻ എന്ന് പറയുന്ന ചിന്തയൊന്നുമില്ല, അന്ന് ധ്യാനമാണ്. ഏതായാലും ടൗണിൽ ഒരു പ്രത്യേക സ്ഥലം, മൈതാനം അവരൊരുക്കി. വിശുദ്ധ അന്തോണീസിൻ്റെ വരവിന് വേണ്ടി ഇന്നത്തെ പോലെ മൈക്കോ അല്ലെങ്കിൽ പരസ്യത്തിനുള്ള സാധ്യതകൾ ഒന്നുമില്ലാതിരുന്നു. എങ്കിലും പരമാവധി കാതോട് കാതോരം അവർ ഈ അന്തോണീസിൻ്റെ വരവും ധ്യാനത്തിലേക്കൊക്കെയുള്ള ക്ഷണങ്ങൾ നടത്തി, ഏറെ ഒരുക്കങ്ങൾ നടത്തി. ഏതായാലും അന്തോണീസ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അല്പമെങ്കിലും മാറ്റമുണ്ടാകും എന്ന് അവിടെയുള്ള മെത്രാനും അച്ഛന്മാരും ഒക്കെ വിചാരിച്ചു. പക്ഷേ ആദ്യത്തെ ദിവസം ഈ സുവിശേഷ പ്രഘോഷണത്തിന് വിശുദ്ധ അന്തോണീസ് വന്നു കഴിഞ്ഞപ്പോൾ 2 പേരാണ് ആകെ പ്രസംഗം കേൾക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഇത്രയൊക്കെ അധ്വാനിച്ചിട്ടും കാര്യമായിട്ട് വന്നില്ലല്ലോ എന്നോർത്ത് മെത്രാനും അവിടെയുള്ള അച്ഛന്മാരും ഒക്കെ ഏറെ വിഷമിച്ചു. ഇനി സ്വാഭാവികമായും അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. 2-ാം ദിവസം ഈ അന്തോണീസ് വളരെ തീക്ഷ്ണമായിട്ട് ഉപവാസിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് 2-ാം ദിവസം കാത്തിരുന്നു. പക്ഷേ വൈകുന്നേരമായപ്പോൾ, പ്രസംഗത്തിൻ്റെ സമയമായപ്പോൾ 8-10 ആൾക്കാർ മാത്രമാണ്, അതും പടുകടവന്മാർ, വൃദ്ധന്മാർ മാത്രമാണ് വചനം കേൾക്കാനായിട്ട് വന്നത്. വിശുദ്ധ അന്തോണീസിന് ആദ്യത്തെ ദിവസം തന്നെ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഒരു വെളിപ്പെടുത്തൽ കിട്ടിയിരുന്നു. മാനുഷികമായ കാര്യങ്ങൾ കൊണ്ടൊന്നും ഇത് നടപ്പിലാകാൻ പോണില്ല. ദൈവികമായ ഇടപെടലില്ലാതെ ഈ നാട്ടിലെ മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ പറ്റില്ല എന്ന് അന്തോണീസിന് മനസ്സിലായിരുന്നു. 2-ാം ദിവസത്തെ വചനപ്രഘോഷണം തീരാറായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇക്കണക്കിനാണെങ്കിൽ നാളെ ഈ മൈതാനത്ത് എൻ്റെ പ്രസംഗം ഉണ്ടാകില്ല. എൻ്റെ പ്രസംഗം കേൾക്കണമെന്നുള്ളവർ ഇനി കടൽ തീരത്തേക്ക് വന്നാൽ മതി. ഞാൻ ഇവിടുത്തെ മനുഷ്യരോട് പ്രസംഗിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ നാട്ടുകാർക്ക് വേണ്ടാത്ത വചനം നാളെ ഞാൻ മത്സ്യങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും കേൾക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി എന്ന് 2-ാം ദിവസത്തെ വചനപ്രഘോഷണ സമാപന സമയത്ത് വിശുദ്ധ അന്തോണീസ് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മൈതാനത്ത് ആദ്യത്തെ ദിവസം 2 പേരും പിറ്റേ ദിവസം 8-10 പേരുമാണ് വന്നത്. എങ്കിലും മൈതാനത്തിൻ്റെ പരിസരങ്ങളിൽ മതവിദ്വേഷകരും അല്ലെങ്കിൽ അതുപോലെ തന്നെ അവിശ്വാസികളും ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന്.
ഏതായാലും അന്തോണീസ് വരുന്നു എന്നുള്ളതിൽ വലിയ മാറ്റമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പറ്റാഞ്ഞതിൽ അവർക്ക് വലിയ സന്തോഷമായി. മാത്രമല്ല, ഇവിടെ അന്തോണീസ് പരാജയപ്പെടുന്ന ലക്ഷണമാണ് ഈ മീനിനോട് പ്രസംഗിക്കാൻ പോകുന്നു എന്നത് അവർക്ക് വലിയ സന്തോഷമായി. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരുടെയും ഒക്കെ കൂടുതൽ അന്ധവിശ്വാസികളെയും അവിശ്വാസികളെയും മതവിദ്വേഷികളെയും ഒക്കെ അവരുടെ ഗ്രൂപ്പിൽപ്പെട്ടവരെയൊക്കെ അന്ന് വിളിച്ചു കൂട്ടിയിരുന്നു ഈ കടൽ തീരത്ത് അന്തോണീസ് പ്രസംഗിക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിശ്വാസികളെക്കാൾ, അല്ലെങ്കിൽ വിശ്വാസികൾ ആരും ഉണ്ടായിരുന്നില്ലെന്ന് പറയാം. കാരണം മെത്രാൻ ഉൾപ്പെടെ അച്ഛന്മാരുൾപ്പെടെ അന്തോണീസിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്ത് പണ്ടത്തരായി പറയണേ, മീനിൻ്റെ അടുത്ത് പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ മീനുകൾ പലതും കേൾക്കും. പക്ഷെ വിശുദ്ധ അന്തോണീസിന് ഉറപ്പായിരുന്നു അവിടെ എന്തെങ്കിലും നടക്കുമെന്ന്. അപ്പോൾ വിശ്വാസികളാരും പോയില്ലെന്ന് മാത്രമല്ല, മെത്രാനോ അച്ഛന്മാരോ ആ പ്രസംഗത്തിൻ്റെ അങ്ങോട്ട് പോയില്ല. കാരണം ഇവരൊരുക്കിയ സ്ഥലത്ത് ഉപേക്ഷിച്ച് ഒരു കടൽ തീരത്തേക്ക്, അത് മീനുകളോട് പ്രസംഗിക്കാൻ അന്തോണീസ് പോയത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അവിടെ അന്തോണീസ് പരാജയപ്പെടുന്നത് കാണാൻ അന്ധവിശ്വാസികളും അവിശ്വാസികളും മതവിദ്വേഷികളും അവിടെ ഒരുമിച്ച് കൂടി. അന്തോണീസ് ഏറെ നേരം പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് ആ സ്ഥലത്ത് ചെന്ന് മീനുകളോട് പ്രസംഗിക്കാൻ തുടങ്ങി. അദ്ദേഹം മത്സ്യപുരാണമാണ് പ്രസംഗിച്ചത്. മത്സ്യങ്ങളോട് അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങി. അല്ലയോ മത്സ്യങ്ങളെ, നിങ്ങളെത്രയോ ഭാഗ്യവാന്മാർ. ഞങ്ങൾ മനുഷ്യർ ജനിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഞങ്ങളെ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം നിങ്ങളെയാണ് സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ആദ്യമുണ്ടായത് നിങ്ങൾക്കുള്ള വാസസ്ഥലമാണ്. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അവൻ അധ്വാനിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ് ശിക്ഷ കൊടുത്തപ്പോഴും വിയർക്കാതെ ജീവിക്കാനായിട്ടുള്ള സാധ്യത ദൈവം നിങ്ങൾക്കൊരുക്കി. ഈ ഭൂമിയിലുള്ളതിനേക്കാൾ സൗന്ദര്യം ഈ ജലാശയത്തിലുള്ളതിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. മാത്രവുമല്ല, ദൈവം ഈ പ്രപഞ്ചത്തെ പ്രളയത്തിലൂടെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും അത് കരയിലുള്ളവർക്കാണ് നാശമുണ്ടാക്കിയത്. നിങ്ങളെ നശിപ്പിക്കാൻ ദൈവം ഒരുങ്ങിയിട്ടില്ല. തോബിയാസിന്റെ പിതാവിന് രോഗം വന്നപ്പോൾ നിങ്ങളെയും കൊണ്ടാണ് ചികിത്സിച്ചത്. പിശാചുബാധയെ ഒഴിപ്പിക്കാൻ നിങ്ങളുടെ കരളാണ് പുകച്ചത്. യോനാ പ്രവാചകൻ വഴിതെറ്റിയപ്പോൾ നിങ്ങളാണ് ഉദരത്തിൽ സംവഹിച്ചത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മനുഷ്യർക്ക് വിശന്നപ്പോൾ ഈശോ വർദ്ധിപ്പിച്ചു കൊടുത്തത് 2 അപ്പവും 2 മീനും 5 അപ്പവും വർദ്ധിപ്പിച്ചു കൊടുത്തത് നിങ്ങളെയാണ്. ഈശോ തൻ്റെ ഉത്ഥാനത്തിൻ്റെ രഹസ്യം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് നിങ്ങളെ പാചകം ചെയ്ത് വിളമ്പിയിട്ടാണ്. ശിഷ്യന്മാർ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയി കഴിഞ്ഞപ്പോൾ, അവർ മീൻ പിടിക്കാൻ പോയപ്പോൾ കിട്ടാതായപ്പോൾ നിങ്ങളെയാണ് കർത്താവ് കാണിച്ചു കൊടുത്ത് പിടിപ്പിച്ചത്. കർത്താവിന് നികുതി അടയ്ക്കാൻ കാശില്ലാതെ വന്നപ്പോൾ പത്രോസിനെ വിട്ടിട്ട് നിങ്ങൾ വായിൽ കരുതിയ നിങ്ങളുടെ നാണയമാണ് കർത്താവിന് നികുതിയായി മാറിയത്. ഇങ്ങനെ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട്, ബൈബിളുമായി ബന്ധപ്പെട്ട് ഈ വിശുദ്ധ അന്തോണീസ് മത്സ്യങ്ങളോട് പ്രസംഗിക്കാൻ തുടങ്ങി. മത്സ്യങ്ങളൊക്കെയും മുകളിൽ വന്ന് ഈ ഓളപ്പരപ്പിൽ തലപൊക്കി നിൽക്കാൻ തുടങ്ങി. അവര് ഈ കുറേ നേരം അന്തോണീസ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അന്തോണീസ് പറഞ്ഞു, ഇതിനെക്കുറിച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ആനന്ദ നൃത്തം ചവിട്ടണമെന്ന് വിശുദ്ധ അന്തോണീസ് പറഞ്ഞപ്പോൾ ഈ മീനുകളെല്ലാം വെള്ളത്തിൽ തത്തിക്കളിക്കാൻ തുടങ്ങി. ഈ തത്തിക്കളിക്കൽ കണ്ടു കഴിഞ്ഞപ്പോൾ സ്തുതിപ്പിൻ്റെ ആരവങ്ങൾ, കൈകൊട്ടലിൻ്റെ ആഘോഷങ്ങൾ, അതുപോലെ തന്നെ ആനന്ദ നൃത്തത്തിൻ്റെ ചുവടുകൾ, മീനുകളുടെ ചുവടുകൾ കണ്ടപ്പോൾ ഈ അന്ധവിശ്വാസികളും അവിശ്വാസികളും അതുപോലെ തന്നെ മതവിദ്വേഷികളുമൊക്കെ അവരുടെ ഉള്ളിൽ അസ്വസ്ഥതകളായി. ചിലരുടെയൊക്കെ രോമങ്ങൾ എഴുന്നേൽക്കാൻ തുടങ്ങി. ചിലരൊക്കെ വല്ലാതെ ഭയപ്പെടാൻ തുടങ്ങി. ചിലരൊക്കെ അവരുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കാൻ തുടങ്ങി. ചിലരൊക്കെ വന്നിട്ട് അന്തോണീസിനോട് പറഞ്ഞു മാപ്പ് നൽകണം. എന്നിട്ട് വിശുദ്ധ അന്തോണീസ് കുറേ നേരം കൂടി മത്സ്യങ്ങളോട് വചനം പ്രഘോഷിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ശാന്തതയിലേക്ക്, സ്വസ്ഥതയിലേക്ക്
മരുഭൂമിയിലേക്ക് പോയി വിശ്രമിക്കും. അങ്ങനെ മത്സ്യങ്ങൾ ഒരു ആശീർവാദം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ മത്സ്യങ്ങളെല്ലാം ഒന്നുപോലും അവിടെ അവശേഷിക്കാതെ തിരിച്ചുപോയി. അവർ തിരിച്ചു പോയപ്പോഴത്തേക്കും അന്തോണീസിൻ്റെ അടുത്തേക്ക് വന്ന് ചിലരൊക്കെ മാപ്പ് പറഞ്ഞു തുടങ്ങി. പിന്നെ ആ കൂട്ടം മുഴുവൻ വിശുദ്ധ അന്തോണീസിൻ്റെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞു, നിന്റെ വചനം കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ വിശുദ്ധ അന്തോണീസ് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നത് നിങ്ങളോട് വചനം പ്രസംഗിക്കാനല്ല, മത്സ്യങ്ങളോട് പ്രസംഗിക്കാനാണ്. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചു. ഇനി നിങ്ങൾക്കുള്ള വചനപ്രഘോഷണം നാളെ നമ്മുടെ മൈതാനത്ത് നിങ്ങൾക്കുണ്ടാകും. 4-ാം ദിവസം അത് നിങ്ങളുടെ ദിവസം. പ്രിയമുള്ളവരെ, ഈ നഗരത്തിലെ സകല മനുഷ്യരും ഒന്നടങ്കം, ഈ റിമിനി നഗരത്തിലെ മുഴുവൻ ജനങ്ങളും ഒന്നടങ്കം അന്തോണീസിൻ്റെ വചനപ്രഘോഷണം കേൾക്കാൻ വരികയും ഒട്ടേറെ പേര് നെഞ്ചത്തടിച്ച് കരയുകയും വിലപിക്കുകയും പരിത്യാഗം അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്ത് 5-ാം ദിവസം അന്തോണീസ് അവിടുന്ന് പോകുന്നത് ആ നാടിനെ മുഴുവൻ മാറ്റിമറിച്ചിട്ടാണ്. അന്തോണീസ് മത്സ്യങ്ങളോട് പ്രസംഗിച്ച് വചനം പ്രഘോഷിച്ചു എന്ന് നമ്മൾ പലപ്പോഴും നൊവേനയിലും അല്ലെങ്കിൽ മറ്റുള്ളിടത്തുമൊക്കെ കേട്ടിട്ടുണ്ടാകും. മത്സ്യങ്ങളോട് വചനം പ്രഘോഷിച്ചതിലല്ല അത്ഭുതം, ആ മത്സ്യങ്ങളോട് വചനം പ്രഘോഷിക്കാൻ ഇടവന്ന സാഹചര്യമാണ് നമ്മൾ ധ്യാന വിഷയമാക്കേണ്ടത്. എന്തുകൊണ്ടാണ് വിശുദ്ധ അന്തോണീസ് മത്സ്യങ്ങളോട് വചനം പ്രഘോഷിക്കേണ്ടി വന്നു? ഒറ്റ മറുപടിയുള്ളൂ, വചനം മനുഷ്യന് വേണ്ടിയുള്ളതാണ്. ആ വചനം മനുഷ്യൻ കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ, ആ വചനം അവനിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ, ആ വചനം ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളോട് പ്രഘോഷിക്കപ്പെടും. സമസ്ത സൃഷ്ടികളോടും വചനം പ്രഘോഷിക്കുക എന്ന ആപ്തവാക്യം അല്ലെങ്കിൽ വചനം അത് പൂർണ്ണമാകും. തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും കിഴക്ക് നിന്നും വടക്ക് നിന്നും വിരുന്നിനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും എന്ന് തമ്പുരാൻ താക്കീത് ചെയ്യുന്ന ഈ താക്കീത് ഒരു നൂലിന്മേൽ കെട്ടിത്തൂക്കിയ വാള് കണക്ക് നമ്മുടെ തലയ്ക്ക് മുകളിൽ കിടപ്പുണ്ട് എന്നത് മറക്കാതിരിക്കുക. വചനം നമ്മളിൽ മാറ്റമുണ്ടാക്കിയില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ മാറ്റമുണ്ടാകും. ആ പ്രപഞ്ചത്തിലെ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. നമ്മുടെ പ്രാർത്ഥനാലയങ്ങൾക്ക് പരിസരത്തുള്ള സസ്യങ്ങളിൽ ഫലങ്ങൾ കൂടുതലുണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? ആ പള്ളിയിൽ വരുന്ന മനുഷ്യരുടെ പ്രാർത്ഥന അവരിൽ ഫലങ്ങളുണ്ടാക്കിയില്ലെങ്കിലും ഈ സസ്യങ്ങളിൽ ഫലങ്ങളുണ്ടാക്കുന്നു എന്നുള്ളതാണ്. അത് നമുക്കെതിരെയുള്ളൊരു താക്കീതാണെന്ന് തിരിച്ചറിയുക. വിശുദ്ധ അന്തോണീസ് മത്സ്യങ്ങളോട് പ്രസംഗിച്ചത് നമുക്കെതിരെയുള്ള താക്കീതാണ്. വചനം നമ്മിൽ ഫലം പുറപ്പെടുവിക്കേണ്ടതാണ് എന്ന താക്കീത്. കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും കാണുകയും ചെയ്യുന്ന വചനങ്ങൾ നമ്മളെ മാറ്റമുണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.